നിങ്ങളിത് വെച്ചാ ക്യാമറ ഓൺ ആക്കിയാ? ഞാൻ ഇതിനെ ഒന്ന് കണ്ണ് നിറയെ കാണട്ടെ എന്ന് കരുതി ഒന്ന് തുടങ്ങിയതാണ് എൻ്റെ സുഹേലേ. കാരണം ഇനി ഇത് ചിലപ്പോ കണ്ടെന്ന് വരില്ല കേട്ടോ ഈ സാധനം. ഇതെന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? വെൽ, ദിസ് ഈസ് ആൻ ഇൻസുലിൻ പെൻ. ഏതൊരു പഴയ മലയാള പടത്തിൽ ദിസ് ഈസ് ആൻ ആപ്പിൾ എന്ന് പറയുന്ന പോലെ ദിസ് ഈസ് ആൻ ഇൻസുലിൻ പെൻ. എന്തിനാണ് ഇതൊക്കെ പറയുന്നത് അല്ലേ? കാരണം നമ്മുടെയൊക്കെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പെടുന്നു എന്ന് വരാം, നമുക്കറിയില്ല. ബട്ട് ചില വാർത്തകളൊക്കെ വന്നിട്ടുണ്ട്. മിക്കവാറും അടുത്ത കാലത്ത് തന്നെ ഇൻസുലിൻ പെൻ്റെ പ്രയോഗം കുറയാൻ സാധ്യതയുള്ള ഒരു സംഭവ വികാസം ഉണ്ടാവും. എന്താണെന്ന് അറിയാൻ താല്പര്യമുണ്ടോ? എന്നാൽ നിങ്ങൾ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പറയട്ടെ. ഇതുവരെ ലൈക്ക് ചെയ്തില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ യാതൊരു ചെലവില്ലാത്ത ഈ പരിപാടി ഒന്ന് ചെയ്തേ ഇപ്പം തന്നെ. അടുത്ത 10 സെക്കൻഡിനുള്ളിൽ നിങ്ങളിത് ചെയ്യണം നമുക്ക് വേണ്ടി. ഓക്കെ, 5 സെക്കൻഡായി അല്ലേ? ഓക്കെ, 5 സെക്കൻഡിനുള്ളിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ ദാറ്റ്. ഇൻഹെയിൽഡ് ഇൻസുലിൻസിനെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. എല്ലാവരും ഒരു ചിരകാല സ്വപ്നമായിരുന്നു അത്. ഇൻസുലിൻ കുത്ത് എന്ന് പറഞ്ഞാൽ തന്നെ ഭയപ്പെടുത്തുന്ന ഒരവസ്ഥ. കുത്തിയെടുക്കുന്നവർക്ക് ഇത് എത്രയും പെട്ടെന്നൊന്ന് നിർത്തിയാൽ കൊള്ളാമെന്ന ആഗ്രഹം. എന്നാൽ ഇതുവരെ അതിനൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ഓറൽ ഇൻസുലിൻസ് ദേ വന്നേ എന്ന് പറയാൻ തുടങ്ങിയിട്ട് നാൾ കുറയായി. അടുത്ത കാലത്തൊന്നും പ്രതീക്ഷിക്കേണ്ട. എന്നാൽ ഇപ്പൊ ഒരു ഇൻഹെയിൽഡ് ഇൻസുലിൻ വരുന്നുണ്ട്. ഇൻഹെയിൽഡ് ഇൻസുലിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ശ്വാസകോശത്തിലൂടെ അകത്തേക്ക് വലിച്ചെടുക്കാവുന്ന തരത്തിൽ ഉള്ള ഇൻസുലിൻ. ദാറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ നിങ്ങളിൽ ചിലരെങ്കിലും കണ്ടിട്ടുണ്ടാവും ഇൻഹെയിലർ ഉപയോഗിക്കുന്ന ആൾക്കാരെ, ശരിയല്ലേ? ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് വലിവിൻ്റെ, ആസ്മ പോലത്തെ പ്രശ്നങ്ങളുള്ളവർ കാലാകാലങ്ങളായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇൻഹെയിലർ. ഒന്ന് സങ്കല്പിച്ചു നോക്കൂ, ഇൻസുലിനെ പോലെയുള്ള ഒരു മരുന്ന് അതേ രൂപത്തിൽ നമുക്ക് എടുക്കാൻ സാധിച്ചു എങ്കിൽ, ആ മരുന്ന് കൃത്യമായ രീതിയിൽ ഫലിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായേനെ. അപ്പോൾ ഈ സ്വപ്നം മനുഷ്യകുലം കാണാൻ തുടങ്ങിയിട്ട് നാൾ കുറയായി. 1920കളിലും 30കളിലൊക്കെ ഇതിനെക്കുറിച്ച് ചർച്ചകൾ നടന്നിട്ടുണ്ട് അത്രേ. പക്ഷെ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഒരുപാട് വർഷങ്ങളും കൂടി കാത്തിരിക്കേണ്ടി വന്നു ഇതിൻ്റെ ഓരോ പരീക്ഷണങ്ങളൊക്കെ ചെയ്ത് 2006 ആദ്യമായിട്ട് ഇതിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് എക്സ്യൂബറ എന്നൊക്കെയുള്ള ഒരു പേരിൽ ഇറക്കിയതായിരുന്നു 2006. എന്നിട്ട് 2014 ആയപ്പോഴേക്കും ഇതിൻ്റെ ഒരു മാർക്കറ്റിംഗ് തുടങ്ങിയതായിരുന്നു. അപ്പോൾ ഇതൊരു പുതിയ സംഭവമൊന്നുമല്ല കേട്ടോ. ഈ അടുത്ത ദിവസങ്ങളിൽ പൊട്ടിമുളച്ച ഒരു സംഭവമൊന്നുമല്ല. ഈ ആശയം ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ളതാണ് എന്ന് ഓർമ്മ വയ്ക്കുക. എന്നിട്ട് ഈ അടുത്ത 10 വർഷം മുമ്പ് ഈ പറഞ്ഞ പോലെ ഇൻഹെയിൽഡ് ഇൻസുലിൻ അഫ്രേസ എന്ന് പറയുന്ന പേരിൽ US ലഭ്യമായി. എന്നാൽ പല കാരണങ്ങളാൽ അത്രയും ക്ലച്ച് പിടിച്ചില്ല. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് തന്നെ അടുത്ത 1-2 മാസത്തിനുള്ളിൽ ഇത് വിപണിയിൽ ഇറക്കാൻ പോകുന്നുണ്ട് എന്നുള്ള വാർത്തയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ വാർത്ത, അതിൻ്റെ റിസർച്ച്, അതിനുവേണ്ടി ഒരുപാട് വായിക്കേണ്ടി വന്നിട്ടുണ്ട്, ഒരുപാട് പഠിച്ചു. ഇതെല്ലാം നിങ്ങളോട് വളരെ സന്തോഷത്തോടെ സംതൃപ്തിയോടെ പങ്കുവയ്ക്കുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. ആൻഡ് നമ്മുടെ ഈ പ്രയാണം കുറേയും കൂടി ഫലപ്രദമാക്കാൻ നിങ്ങളുടെയൊക്കെ പിന്തുണ ഇനിയും വേണം. സോ അത് നിങ്ങൾക്ക് ലൈക്ക്, സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുന്നതിലൂടെ കാണിക്കാവുന്നതാണ്. സോ പ്ലീസ് ഡു ദാറ്റ്. ഇനിയിപ്പോൾ വിഷയത്തിലേക്ക് വരാം. എന്താണ് ഈ ഇൻഹെയിൽഡ് ഇൻസുലിൻ? ആ പേരിൽ തന്നെയുണ്ട്, ശ്വാസകോശത്തിലൂടെ വലിച്ചെടുക്കാവുന്ന ഇൻസുലിൻസ് ആണ്. ഇത് എന്ത് ടൈപ്പ് ഇൻസുലിനാണ്? ഹ്യൂമൻ ഇൻസുലിൻ ആണ്. ദിസ് ഇസ് ബേസിക്കലി ഹ്യൂമൻ ഇൻസുലിൻ. അതായത് ഈ കൊളൈ എന്ന ബാക്ടീരിയയിൽ നിന്നും റീകോമ്പിനന്റ് ടെക്നോളജിയിലൂടെ വികസിപ്പിച്ചെടുത്ത ഒരു ഇൻസുലിൻ ആണ് ഇത്. ഈ അടുത്ത കാലത്തൊക്കെ നമ്മൾ ഒരുപാട് ഹ്യൂമൻ ഇൻസുലിൻസ് ഉപയോഗിക്കുന്നുണ്ട്, അതേപോലത്തെ ഒരു ഹ്യൂമൻ ഇൻസുലിൻ മാത്രം. അപ്പോൾ ഇനി സൂചി കൊണ്ട് കുത്തി എടുക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ
ഏതൊക്കെ ടൈപ്പാണ് ഇത് കിട്ടുന്നത്? ഒറ്റ റെഗുലർ ഇൻസുലിൻ മാത്രമേ ഇത് കിട്ടുന്നുള്ളൂ. ആൻഡ് ഇറ്റ് ഈസ് റാപ്പിഡ് ആക്ടിങ്. റാപ്പിഡ് ആക്ടിങ് എന്ന് പറഞ്ഞാൽ എന്താ? പെട്ടെന്ന് ഫലിക്കുന്ന ഇൻസുലിൻ ആണ്. എത്ര പെട്ടെന്ന്? ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന റാപ്പിഡ് ആക്ടിങ് ഇൻസുലിൻസ് എന്ന് വെച്ചാൽ ഏതാണ്ട് 20 മുതൽ 30 മിനിറ്റ് വരെ സമയം എടുത്തെന്ന് വരാം. എന്നാൽ ഈ ഇൻഹെയിൽഡ് ഇൻസുലിൻ ഏതാണ്ട് 12 മിനിറ്റ് സമയമാണ് എടുക്കുന്നത്. അറൌണ്ട് 12 മിനിറ്റ്സ് ഫോർ ഇറ്റ്സ് ഓൺസെറ്റ് ഓഫ് ആക്ഷൻ. എത്ര നേരത്തേക്ക് നിലനിൽക്കും? ഇത് ഷോർട്ട് ഡ്യൂറേഷൻ ഇൻസുലിൻ ആണ്. ഏതാനും മണിക്കൂറത്തേക്ക്, 3 മുതൽ മാക്സിമം 4 മണിക്കൂർ വരെ മാത്രമേ ഇതിൻ്റെ ഫലമുണ്ടാവുള്ളൂ. അപ്പോൾ ആർക്കാണ് ഗുണം? ടൈപ്പ് 1, ടൈപ്പ് 2 ഡയബറ്റിക്സിന് ഇരുവർക്കും ഗുണം ചെയ്യുന്ന ഒരു ഇൻസുലിനായിട്ട് തന്നെ വേണം ഇതിനെ കാണാൻ. പക്ഷെ ഏത് തരത്തിലുള്ള ബ്ലഡ് ഷുഗറിനെ നിയന്ത്രിക്കാനാണ്? ഫാസ്റ്റിങ്ങിനെയാണോ? അല്ല. ഇപ്പൊ വിപണിയിൽ ഇറങ്ങാൻ പോകുന്ന അഫ്രസ എന്നുള്ള ഈ ഇൻഹെയിൽഡ് ഇൻസുലിൻ പോസ്റ്റ് പ്രാൻഡിയൽ സ്പൈക്സിനെ ഹാൻഡിൽ ചെയ്യാൻ, എന്ന് വെച്ചാൽ ആഹാരത്തിന് ശേഷം വെറുതെ കുന്തം പോലെ ഇങ്ങനെ പൊങ്ങി വരുന്ന സ്പൈക്ക് ചെയ്യുന്ന ഗ്ലൂക്കോസ് ലെവലിനെ നിയന്ത്രിക്കാൻ വളരെ ഫലപ്രദമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ നേരത്ത് മാത്രം പ്രവർത്തിക്കും, എന്നിട്ട് ചുരുണ്ടുകൂടി അവിടെ കിടന്നോളും, ആർക്കും ശല്യമില്ലാണ്ട്. ഏതാനും മണിക്കൂറത്തേക്ക് മാത്രമേ പ്രവർത്തിക്കുള്ളൂ. 3 മുതൽ 4 മണിക്കൂർ മാത്രം പ്രവർത്തിച്ച് അവൻ ഔട്ടായിക്കോളും, പിന്നെ കുഴപ്പമുണ്ടാക്കില്ല. അപ്പോൾ പിന്നീട് ഹൈപ്പോഗ്ലൈസീമിയുടെ റിസ്ക് താരതമ്യേന കുറവാണ്. പക്ഷെ ഇതിന് ദോഷങ്ങളില്ല. എല്ലാം ഇതിനെക്കുറിച്ച് പറയാൻ ഇയാൾ എന്താ കമ്മീഷൻ അടിച്ചിട്ടുണ്ടോ? ഇല്ല. ഇതിപ്പോ മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് പോലും ഇല്ല. അപ്പോൾ കമ്മീഷനൊന്നും വേണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് വേണേ. ഓക്കെ. അപ്പോൾ എന്താണ് ഇതിൻ്റെ ദോഷവശങ്ങൾ? ദോഷവശങ്ങളെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ പ്രവർത്തന രീതിയെക്കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം. അപ്പോൾ ഇതിൻ്റെ തന്മാത്രകൾ ലങ്സിലേക്ക് പോയിട്ട്, അതായത് ശ്വാസകോശത്തിലേക്ക് പോയിട്ട് ശ്വാസകോശത്തിൻ്റെ ചെറിയ രക്തധമനികളിലൂടെയാണ് സംക്രമണത്തിൽ എത്തുന്നത്. അപ്പോൾ ഈ ശ്വാസകോശത്തിന് അത്രയ്ക്ക് മാത്രം സ്പേസ് ഉണ്ടോ? ഇനി ശ്രദ്ധിച്ച് കേട്ടോളൂ. ദിസ് ഇസ് ഇൻട്രസ്റ്റിംഗ്. നിങ്ങളുടെ ശ്വാസകോശത്തിന് എത്ര സർഫസ് ഏരിയ ഉണ്ടെന്ന് അറിയാവോ? സർഫസ് ഏരിയ ഒരു ടെന്നീസ് കോർട്ടിൻ്റെ അത്രയും സർഫസ് ഏരിയ ഉണ്ട് നമ്മുടെ ശ്വാസകോശത്തിന്. ക്യാൻ യു ബിലീവ് ഇറ്റ്? എന്ന് വെച്ചാൽ ഇതെല്ലാം തുറന്ന്, ലങ്സ് രണ്ടും തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അബ്സോർപ്ഷൻ ഏരിയ ഒരു ടെന്നീസ് കോർട്ടിൻ്റെ അത്രയും വലിപ്പമുള്ളതാണ്. അത്രയും വിശാലമായിട്ട് കിടക്കുന്ന അബ്സോർപ്ഷൻ ഏരിയയിലേക്കാണ് നമ്മൾ ഈ ഇൻഹെയിലർ വെച്ച് വലിച്ചു കയറ്റുന്നത്. അപ്പോൾ അത് രക്തചംക്രമണത്തിലേക്ക് എത്താൻ ഒരു ബുദ്ധിമുട്ടുമില്ല എന്നുള്ളതാണ് തിയറി. പക്ഷെ അവിടെ വേറൊരു വിഷയമുണ്ട്. ഇൻസുലിൻ സൂചിയായിട്ട് കുത്തുമ്പോൾ, സൂചിയിലൂടെ കുത്തുമ്പോൾ ഇറ്റ് എൻറ്റേഴ്സ് ദ സബ്ക്യൂട്ടേനിയസ് ഫാറ്റ്, എന്ന് വെച്ചാൽ ചർമ്മത്തോട് അടുത്ത് കിടക്കുന്ന ആ കൊഴുപ്പിലേക്ക് തന്നെ അത് കയറിപ്പോകുന്നു. അവിടെ രക്തധമനികളിലൂടെ അത് സംക്രമണത്തിലേക്ക് ഡയറക്റ്റ് കയറിപ്പോകും. പക്ഷെ ഇവിടെ വിഷയം എന്താണെന്ന് വെച്ചാൽ വായിൽ ഈ ഇൻഹെയിലർ വെച്ചിട്ട്, ഈ ഡിവൈസ് വെച്ചിട്ട് പ്രസ് ചെയ്ത് ഇത് ആദ്യം ഓറൽ ക്യാവിറ്റി, വായിൽ ഒരുപാട് മ്യൂക്കസ് മെമ്പറൈൻ ഉണ്ട്, സർഫസ് ഏരിയ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ശ്വാസനാളത്തിലൂടെ ഇത് ഒഴുകി 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 പ്രവഹിച്ച് ശ്വാസകോശങ്ങളിൽ എത്തണം. ലങ്സിൻ്റെ ഏറ്റവും ഉൾവശങ്ങളിൽ ഇതെത്തണം. അപ്പോൾ ഇത്രയും ഏരിയ, ഇത്രയും ദൂരം ട്രാവേഴ്സ് ചെയ്തിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും അസുഖമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഇത് ഫലപ്രദമാവുമെന്ന് വരില്ല. ഉദാഹരണം, ഏറ്റവും വലിയ അസുഖം, ശ്വാസകോശ അസുഖം നമ്മുടെ നാട്ടിൽ സ്മോക്കിംഗ് ആണ്. സ്മോക്കർ ആണെങ്കിൽ, പുകവലിക്കുന്നവർക്ക് ഇതുകൊണ്ട് കാര്യമായ പ്രയോജനം കിട്ടിയെന്ന് വരില്ല. നേരത്തെ തന്നെ ശ്വാസകോശ സംബന്ധമായ അസുഖം ഒരുപാടുള്ളതാണ് നമ്മുടെ നാട്ടിൽ. ശ്വാസകോശ, ആസ്മ പോലത്തെ അസുഖങ്ങൾ ഒരുപാടുണ്ട്. ഇത്തരത്തിലുള്ള അസുഖങ്ങളുള്ളവർക്ക് ഇത് ചിലപ്പോൾ ഫലപ്രദമായി എന്ന് വരില്ല. അപ്പോൾ അങ്ങനത്തെ ചില പ്രശ്നങ്ങൾ ഇതിലുണ്ട് ഇപ്പോഴും. ഇതിൻ്റെ എത്രത്തോളം അബ്സോർപ്ഷൻ ഉണ്ടാവുമെന്നോ നമ്മുടെ നാട്ടുകാരിൽ ഇത് എത്രത്തോളം ഫലപ്രദമാവുമെന്നോ നമുക്ക് ആസ് ഓഫ് നൗ അറിയില്ല. പക്ഷെ വളരെ പ്രതീക്ഷാവഹമായിട്ടുള്ള ഒരു സംഭവ വികാസം തന്നെയാണ്. അതിൽ ആർക്കും സംശയമൊന്നുമില്ലല്ലോ. ഇനി സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്താണ് നിങ്ങളുടെ സംശയം എന്നുള്ളത്? വി വുഡ് ലൈക്ക് ടു ഹിയർ ഫ്രം യു. നമുക്കൊരു ഇൻറ്ററാക്റ്റീവ് സെഷൻ അല്ലേ വേണ്ടത്? ഓക്കെ, ഒന്നുമില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ഇനിയിപ്പോൾ ഇതിലേക്ക് വരാം. ഏതാണ് ഈ ഡിവൈസ്? ഡിവൈസ് അല്ലാതെ ഇതെല്ലാം നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ട് ഈ ഡിവൈസ്. പിന്നെ 3 സ്ട്രെങ്ത്തിലാണ് ഇത് വരാൻ പോകുന്നത്. 4, 8, 12 യൂണിറ്റ് എന്നുള്ള 3 സ്ട്രെങ്ത്തിലാണിത് വരാൻ പോകുന്നത്. പൊതുവെ നമ്മൾ ഇൻജെക്റ്റബിൾ ആയിട്ട് എടുക്കുന്നതിൻ്റെ ഇരട്ടിയോ 3 മടങ്ങ് കൂടുതലോ ഇൻസുലിൻ യൂണിറ്റ്സ് ആയിട്ട് ഇൻഹെയിൽഡ് ഇൻസുലിൻ എടുക്കേണ്ടി വന്നേക്കാം.
പൊതുവെ പഠനങ്ങൾ സൂചിപ്പിക്കുന്ന അങ്ങനെയാണ്. ഏതാണ്ട് 3 മടങ്ങ് കൂടുതൽ വരെ വേണ്ടി വന്നേക്കാം. ബിക്കോസ് ഓഫ് ദിസ് റീസൺ. ഏതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം? നമ്മൾ വലിച്ചെടുക്കുമ്പോൾ ഓറൽ ക്യാവിറ്റി, ഈ വാ മുഴുവൻ, അതിൻ്റെ ആ ആന്തരിക മ്യൂക്കസ് മെംബ്രെയിൻ മുഴുവൻ എക്സ്പോസ്ഡ് ആണ്. പിന്നെ ശ്വാസകോശം മുഴുവൻ എക്സ്പോസ്ഡ് ആണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം ഈ ലങ്സിൻ്റെ അബ്സോർപ്ഷൻ ഏരിയയിലേക്ക് എത്താൻ. അബ്സോർപ്ഷൻ ഏരിയയിൽ എത്തിയാലേ ഇതിൻ്റെ അബ്സോർപ്ഷൻ നടക്കുകയുള്ളൂ, അല്ലേ? അതുപോലെ ഗർഭിണികളിലോ അല്ലെങ്കിൽ വേറെ പ്രത്യേക പോപ്പുലേഷൻസിലോ ഇതിൻ്റെ പഠനങ്ങൾ നടത്തിയിട്ടില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് കിട്ടുന്ന വിവരങ്ങൾ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാം. ബട്ട് ഇഫ് യു ഹാവ് ലൈക്ക് ദിസ് യുണീക്ക് ടോപ്പിക്, ഏറ്റവും പുതുമയുള്ള ഒരു കാര്യമാണത്, ലേറ്റസ്റ്റ്, നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. ആൻഡ് പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ദിസ് വീഡിയോ. ഇത് വൈറലാക്കാം നമുക്ക് എല്ലാവർക്കും കൂടി. കാരണം ഇത് ഒരുപാട് പേർക്ക് ഗുണം ചെയ്യുന്ന കാര്യമാണ്. ഇനി വരുന്ന കാലത്ത് ഇതുപോലത്തെ സാങ്കേതിക വിദ്യകളിലൂടെയൊക്കെയാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുക, അല്ലേ? ദിസ് ഇസ് വണ്ടർഫുൾ ആൻഡ് ഡു കമൻറ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.